ബിസ്മി എഴുതേണ്ട രൂപമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുഹറം 1 ബിസ്മി എഴുതേണ്ട രൂപം. മുഹറം 1 രാവിലോ പകലിലോ ഒരു വെള്ളക്കടലാസ് എടുത്ത് അതിൽ അറബിയിൽ ബിസ്മി മുഴുവൻ എഴുതുക. പോക്കറ്റിലോ പേഴ്സിലോ സൂക്ഷിക്കാനുള്ളതായതുകൊണ്ട് അക്ഷരങ്ങൾ ചേർത്ത് എഴുതാതിരിക്കലാണ് നല്ലത്. ഒറ്റയൊറ്റ ഹർഫുകളായി എഴുതുക. ഇങ്ങനെ എഴുതി സൂക്ഷിച്ചാൽ അവനോ കുടുംബത്തിനോ ജീവിതകാലം മുഴുവൻ വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല. ഫത്തുഹും കസുറും ഒന്നും ഇടണ്ട. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നു മൊഴിഞ്ഞുകൊണ്ട് മുകളിൽ കാണിച്ച രൂപത്തിൽ എഴുതിയാൽ മതി. അതായത് നമ്മൾ അതിൻ്റെ കൂടെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ. മൊത്തം 113 വട്ടം എഴുതണം. ഒരു വരിയിൽ എത്ര കൊള്ളുമോ അത്രയും എഴുതാം. അതല്ല ഓരോന്ന് വീതം താഴോട്ട് എഴുതുകയാണെങ്കിൽ അങ്ങനെയും എഴുതാം. ഒരു കടലാസിൽ ഈ പറഞ്ഞ എണ്ണം ഉണ്ടാകണമെന്നു മാത്രം. വലിയ അക്ഷരത്തിൽ എഴുതാൻ നിൽക്കണ്ട. കാരണം എഴുതിയതിനു ശേഷം മടക്കി പോക്കറ്റിലോ പേഴ്സിലോ സൂക്ഷിക്കാനുള്ളതാണ്. കടലാസിൻ്റെ വലുപ്പവും അതിലെ എഴുത്തിൻ്റെ വലുപ്പവും എത്ര ചെറുതാക്കുന്നുവോ അത്രയും നല്ലത്. ഒരു കൊല്ലം മൊത്തം കയ്യിൽ കരുതേണ്ടതാണിത്. അതിനാൽ ഗുണമുള്ള കടലാസിൽ എഴുതുക. അതായത് നല്ലൊരു പേപ്പറിൽ എഴുതുക. വളരെ വേഗം കീറിപ്പറിഞ്ഞു പോകുന്ന പേപ്പറിൽ എഴുതരുത്. ഒന്നെഴുതി ബാക്കിയുള്ളവർക്കു വേണ്ടി ഫോട്ടോ കോപ്പി എടുക്കാമെന്ന അതിസാമർഥ്യം വേണ്ട. കഴിഞ്ഞ വർഷം എഴുതിയവർ അതെടുത്തു വീട്ടിൽ ഭദ്രമായി സൂക്ഷിക്കുക. കൊല്ലാരംഭത്തിൽ ഇങ്ങനെ എഴുതുകയും പിന്നീട് എപ്പോഴും ഇത് കയ്യിൽ കരുതുകയും ചെയ്താൽ നല്ലൊരു കാവലായിരിക്കുമെന്ന്. ഇത് കയ്യിലുണ്ടെങ്കിലും ഏത് കൊമ്പൻ്റെ മുന്നിലും നെഞ്ചു വിരിച്ചു നിൽക്കാം ഇൻഷാ അല്ലാഹ്. കറ കളഞ്ഞ വിശ്വാസം വേണമെന്നു മാത്രം. അതായത് നമുക്ക് അതിൽ നല്ല ഉറച്ച വിശ്വാസം വേണം. ധാരാളം ആരിഫീങ്ങളും ഔലിയാക്കളും പറഞ്ഞിട്ടുള്ള സംഗതി കൂടിയാണിത്. ഇത് ബിസ്മിയുടെ മഹത്വങ്ങളിൽ ഒന്നു മാത്രം. ഇതുപോലത്തത് എഴുതുമ്പോൾ ഫലം ലഭിക്കണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വുളുവോടുകൂടി എഴുതുക. കിബിലേക്ക് തിരിഞ്ഞിരുന്ന് എഴുതുക. വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് എഴുതാൻ ശ്രമിക്കുക. പരീക്ഷണാർത്ഥം എഴുതാതിരിക്കുക. അതായത് നമുക്കിത് കിട്ടുമോ കിട്ടൂലെന്നോ അങ്ങനെയൊന്നും ഇതാവാതെ സംശയമില്ലാതെ എഴുതുക. എഴുതുമ്പോൾ ഉച്ചരിക്കാതിരിക്കുക. നമ്മൾ സംസാരിക്കാതിരിക്കുക. എഴുതിയത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാതിരിക്കുക. സൂര്യൻ കാണാതിരിക്കുക. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് എഴുതുക. അക്ഷരങ്ങൾ മായാതിരിക്കുക. അക്ഷരങ്ങൾക്ക് പുള്ളിടാതിരിക്കുക. എഴുതിയത് ഇരുമ്പ് തട്ടാതിരിക്കുക. അസറിൻ്റെ ശേഷം എഴുതാതിരിക്കുക എന്നിവ ശ്രദ്ധിച്ചാൽ ഫലം ഉറപ്പിക്കാം. ഓരോ ഹദീസിലുള്ളതാണ് കേട്ടോ. ഷറവാനി, നിഹായത്തുൽ അമലി എന്നിവയിലൊക്കെ ഇത് കാണാൻ കഴിയും. 2 റക്അത്ത് നിസ്കാരത്തിന് പുറകെയാണെങ്കിൽ ബഹുവിശേഷം. എഴുതി തീരുവോളം ആരോടും സംസാരിക്കാതിരിക്കുക. എഴുതാൻ തുടങ്ങുമ്പോൾ നിയ്യത്ത് വേണം. നോമ്പുണ്ടായാൽ ബഹുവിശേഷം. കറുത്ത മഷിയാണു നല്ലത്. നിർബന്ധമില്ല. ആകെ 19 ഹർഫുകളാണു ബിസ്മിയിലുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.